I want to sing like the birds sing, not worrying about what others hear or others think. റൂമിയുടെ ഒരു കോട്ടാണ് കേട്ടോ. അതായത് എനിക്ക് കിളികളെ പോലെ പാടണം, മറ്റുള്ളവർ എന്ത് കേൾക്കുന്നുവെന്നോ എന്ത് വിചാരിക്കുന്നുവെന്നോ ചിന്തിക്കാതെ കിളികളെ പോലെ പാടണം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ. പലപ്പോഴും നമുക്ക് പേടിയാണ്, ഒരു ധൈര്യക്കുറവാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്കൊരു ലൈഫുള്ളൂ അല്ലേ. നമ്മളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ചെയ്തു തീർക്കാനും അതുപോലെ നമുക്ക് പല കാര്യങ്ങൾ നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും എല്ലാം നമ്മളെ പിൻവലിക്കുന്നത് ഈ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന ഒരു പേടിയാണ്. ഇതിനെ നമ്മൾ എല്ലാ ദിവസവും കോൺക്വർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പേടിയെ നമ്മൾ കോൺക്വർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു സൺഡേ റീസെറ്റ് റുട്ടീനാണ്. സൺഡേ റീസെറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ എല്ലാം ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പവും മുട്ടക്കറിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് അപ്പവും മുട്ടക്കറിയും. പിന്നെ ഞാൻ കുറച്ച് ബദാമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ബദാം സോക്ക് ചെയ്യുന്ന പരിപാടി എന്തോ ചെയ്യാറില്ല. അപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ആക്കണം. പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ലിവിങ് റൂം ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കൗണ്ടറൊക്കെ കുറച്ചുകൂടിയൊക്കെ ക്ലിയർ ആക്കാനുണ്ട്. പക്ഷെ അതിലും വലിയൊരു മെസ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു റൂം. അപ്പോൾ ഇതിൽ മോള് യൂസ് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയേക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇവളുടെ ഈ സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി നേരം നിന്ന് ഫുൾ ക്ലീൻ ആക്കുന്നൊന്നുമില്ല. മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. കാരണം ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം തുണികൾ കുറച്ച് നിവർത്തിയിടാനുണ്ടായിരുന്നു. അപ്പം വെയിലുള്ള ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നിവർത്തിയിട്ടു. പിന്നെ കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ വീണ്ടും ആ മുറിയിൽ തന്നെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ബാഗിനകത്ത് കുറച്ചധികം ബുക്സൊക്കെ, പഴയ ബുക്സ് വീണ്ടും കുറച്ചൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എക്സ്ട്രാ ബുക്ക് കിട്ടി. അപ്പം ആ ബുക്കുകളൊക്കെ ഒന്ന് മാറ്റി പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഞാൻ നമ്മുടെ സ്റ്റഡി ടേബിളില്ലേ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ആക്ച്വലി ഒരുപാട് ഐറ്റംസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്തായാലും നമ്മൾ റെഗുലർ ബേസിസിൽ ഇങ്ങനെ മാറ്റി കൊടുത്തില്ലെങ്കിൽ പണി പാളും. അപ്പം എന്തായാലും അതൊക്കെ ചെയ്യുകയാണ്. അപ്പം ഞാൻ ശരിക്കും ഒരു സൺഡേ റീസെറ്റ് റുട്ടീൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി കേട്ടോ. ശരിക്കും നമുക്ക് അങ്ങനെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വരുന്ന വീക്ക് നമുക്ക് നല്ല എളുപ്പമായിരിക്കും. അപ്പം എല്ലാ സൺഡേയ്സും എല്ലാ സാറ്റർഡേയ്സും ഇതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് പക്ഷേ നമ്മൾ ജോലി തുടങ്ങിയതിന് ശേഷമാണ് അത് വളരെ റെലവൻ്റായിട്ട് തോന്നിയത്. അതിന് മുന്നേ എന്താ പറയുക, നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ മൺഡേ ടു ഫ്രൈഡേ ചെയ്തെടുക്കാവുന്നതുള്ളൂ. പക്ഷേ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓഫ് ഡേ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ജസ്റ്റ് വീടൊന്ന് റീസെറ്റ് ആക്കുവാണെങ്കിൽ പിന്നെ മൺഡേ ടു ഫ്രൈഡേ ജസ്റ്റ് തട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ഡീപ്പ് ക്ലീനിങ് ആവശ്യമുള്ള ഏരിയാസ് എന്തായാലും പറ്റുന്ന പോലെ അത് തന്നെ വെച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷേ അത് മാക്സിമം ഒന്ന് ചെയ്യുക. പിന്നെ മൊത്തത്തിൽ വീട്ടിൽ മാറിക്കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ അതുപോലെ ലോണ്ട്രി ചെയ്യുക. പിന്നെ എനിക്ക് താല്പര്യമുള്ളത് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, ഒത്തിരി ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് ആവശ്യമില്ലാത്ത അവിടെയും ഒരു ഡീക്ലട്ടറിങ് ചെയ്തിട്ട് ഒരു മീൽ പ്ലാനിങ് ചെയ്ത് ഗ്രോസറി ഇല്ലാത്തതൊക്കെ ഒന്ന് വാങ്ങുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ദിവസം ചെയ്യാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹമായിട്ടുള്ളത്. എൻ്റെ ഒരു ടു ഡു ലിസ്റ്റിലേക്ക് എടുക്കുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ.
ഇപ്പം സൺഡേ സാറ്റർഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട് റീസെറ്റ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, ഡീക്ലട്ടറിങ് ചെയ്യുക, ഇതിനോടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നത്. അല്ലാതെ യൂഷ്വലി എനിക്ക് സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോകണം, റിലാക്സ് ചെയ്യണം, അങ്ങനെയുള്ളൊരു ഫീലിംഗാണ് കൂടുതലും വരാറ്. പക്ഷേ സംഭവം ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേയും കൊണ്ട് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ നല്ല റിലാക്സിങ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഫുൾ ടൈം ഫീൽ ചെയ്യാറുള്ളത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ എക്സോസ്റ്റഡ് ആവട്ടോ. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മളിത് തുടക്കത്തിലുള്ള ആവേശം നമുക്ക് പിന്നെ കിട്ടില്ല. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് ഒരു ചെറിയ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ഒന്ന് ക്ലീനായി കാണുമ്പോഴത്തേനും നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ക്ലീനിങ് അവിടെ നടക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാം. അതായത് ഡോപ്പമിൻ ഡീടോക്സ് എന്നാണ് കേട്ടോ ആ ഒരു കാര്യം. ഞാൻ ഏറ്റവും റീസെൻ്റായിട്ട് കണ്ടൊരു വീഡിയോയിലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ എന്തായാലും ആർക്കെങ്കിലും ഒരു ഉപകാരമാവുമെന്ന് തോന്നിയിട്ടാണ്. അതായത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും അഡിക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോണാവാം, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഗെയിംസ് ആവാം, പിന്നെ എന്താ പറയുക, ഫുഡാവാം, അങ്ങനെ പല കാര്യങ്ങളിലും അഡിക്ഷൻ ഉണ്ടാവും. അപ്പം നമ്മുടെ മനസ്സിൽ ഇതൊന്നുമല്ല നമുക്ക്, ഇങ്ങനെയൊന്നുമല്ല നമുക്ക് വേണ്ടത്, ഇതൊന്നും ഇത്ര അധികം കാണാൻ പാടില്ല, പക്ഷെ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണല്ലോ അഡിക്ഷൻ. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് മാത്രം ഡോപ്പമിനാണ് റിലീസായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും റീഡിങ് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ഡോപ്പമിൻ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു അളവിനേക്കാളും വളരെയധികം കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് അത്രയധികം ഡോപ്പമിൻ നമ്മുടെ ഉള്ളിൽ റിലീസാവാൻ. അപ്പോൾ ശരിക്കൊരു ഹാപ്പി ഹോർമോൺ ആണെങ്കിൽ കൂടിയും ഒരു വില്ലനായിട്ടാണ് ഈ ഡോപ്പമിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഡോപ്പമിൻ ഡീടോക്സ് ആണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. ഏതൊക്കെ ആക്ടിവിറ്റീസാണോ നമുക്കിതുപോലെ മാറ്റിയെടുക്കേണ്ടത് അതെല്ലാം തന്നെ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് നാൾ ഒഴിവാക്കാൻ നോക്കുക. ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് 90 ഡേയ്സിൻ്റെ ഡീടോക്സ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ആ ഒരു സമയത്ത് ബാക്കി അഡിക്ഷനുള്ള കാര്യങ്ങളൊന്നും തന്നെ നിർത്തേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ സ്ലോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഈ റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഡോപ്പമിൻ കൊണ്ട് നമുക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എനിക്ക് റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട്, ഞാനിത് മറന്നു പോകണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ. അതുപോലെ ഈ 90 ഡേയ്സ് നമുക്ക് ഇത്രയും ഇഷ്ടമുള്ളൊരു കാര്യം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇംപ്രാക്ടിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമുക്ക് അഡിക്ഷനുള്ള നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദിവസത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെച്ച് നോക്കാം. അപ്പം ഇതും ഒരു മെത്തേഡാണ് ഒന്ന് നമ്മളുടെ ഈ ഒരു അഡിക്ഷൻസും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടിയൊക്കെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. അപ്പം ഡോപ്പമിൻ ഡീടോക്സ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ ഒതുക്കിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിന്നൊന്നും അവകാശപ്പെടുന്നില്ല. എങ്കിൽ കൂടിയും ആ ഒരു റൂം കഴിഞ്ഞു. പിന്നെ മെയിൻ ബെഡ്റൂമും കിഡ്സ് റൂമും എല്ലാം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ കായ മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ചൂടാക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്കക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. പിന്നെ ചോറ് വയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും അതിനൊന്നും സമയമില്ല. എന്തായാലും ഞാൻ പിന്നെ യൂഷ്വലി സ്കിൻ കെയർ ഇങ്ങനെ ഫേസ് മാസ്ക് എന്തെങ്കിലുമൊക്കെ ഇടാൻ നോക്കും. എൻ്റെ കയ്യിലൊരു ടീറ്റാൻ ഫേസ് മാസ്ക് ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സമയമില്ലെങ്കിൽ നമ്മൾ ഈ പാല് വരുമല്ലോ, അപ്പോൾ പാലിൻ്റെ കവറിൽ പാൽപ്പാട ഉണ്ടാവും, അത് പുരട്ടും.
പിന്നെ അതല്ല ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ പുരട്ടും, പൊട്ടറ്റോ കട്ട് ചെയ്യുകയാണെങ്കിൽ അതെടുത്ത് പുരട്ടും. അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ അപ്പം ഉള്ള സംഭവങ്ങൾ, പിന്നെ കുറച്ച് ഹണി ഇരിപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പുരട്ടും. ഇതൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ 1 മിനിറ്റ് പോലും കളയാതെ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക്, ഫേസ് കെയർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വീക്കെൻഡ്സ് പുറത്ത് പോയി ലഞ്ച് കഴിക്കുന്നതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണി കൂടുതലാണ്, എങ്കിൽ കൂടിയും കുറച്ചൊന്ന് ഹെൽത്തിയർ ആവാമെന്നുള്ളൊരു രീതിക്ക്. പിന്നെ നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ മുന്നേ യൂസ് ചെയ്തിരുന്ന സോഫയാണ്, അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടിട്ടു. ഇത് പുതിയത് വാങ്ങിച്ചതാണ്. പിന്നെ അവിടെ 3 ഗോൾഡൻ കളറിലെ ഫ്ലവർ പോട്ട്, അത് കുറച്ച് റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. CC പ്ലാന്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേർട്ടൻ, അത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചത്. പിന്നെ TV യൂണിറ്റിൻ്റെ ഏരിയ, അതിൻ്റെ താഴെയുള്ള ആ ഏരിയ ഓപ്പൺ ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും. പിന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും അവിടെ വെച്ചിട്ടില്ല. മോൻ യൂസ് ചെയ്യുന്ന ഒരു കീബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലിവിങ് റൂമിൽ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി റൂംസിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യത്തിനുള്ള സംഗതികൾ മാത്രമേ ലിവിങ് റൂമിൽ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നീറ്റായി. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, കിച്ചണും നീറ്റാക്കി ഇട്ടു. എന്തൊരു സമാധാനമാണല്ലേ അത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ജൂലൈ 2 എടുത്ത വീഡിയോ ആണെന്ന്. ഞാൻ നമ്മുടെ കലണ്ടർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ജൂലൈ 2 സൺഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോൻ അവിടെ ഇരുന്ന് ഏതോ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. സ്ക്രീൻ ടൈം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണ് ഇവിടെ കുട്ടികൾ ബുക്സിലോട്ട് തിരിച്ചു വരാറുള്ളത്. മോൾക്ക് പണ്ട് നല്ല അടിപൊളി റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ നമ്മളുടെ കോവിഡ് വന്ന്, പിന്നെ ഓൺലൈൻ ക്ലാസ്സും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ വന്നപ്പോൾ പയ്യെ റീഡിങ് ഹാബിറ്റ് ശരിക്കും ഇല്ലാതെയായി എന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ് പതിയെ റീഡിങ് വേണമെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ പല ബുക്സ് വായിച്ചിട്ടും റീഡിങ്ങിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തീരെ കിട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ റീഡിങ് ഹാബിറ്റ് വേണം. അപ്പം കുറച്ച് മുതിരുമ്പോൾ പിള്ളേർക്ക് അങ്ങനെയും ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാലും അവരത് ട്രൈ ചെയ്യും കേട്ടോ. അങ്ങനെ അവൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. മോന് അത്യാവശ്യം റീഡിങ് ഹാബിറ്റ് ഉണ്ട്. പക്ഷെ അവൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം ഒത്തിരി അതിലോട്ട് ഗെയിംസ് കളിക്കാനുള്ള ആ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഒത്തിരി ഡോപ്പമിൻ റിലീസാണ് ഈ ഗെയിംസ് കളിക്കുമ്പോൾ. അപ്പോൾ അത് കാരണം അവർക്ക് റീഡിങ് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഒത്തിരി ഡോപ്പമിൻ ഇത് ആവുമ്പോഴത്തേനും നമുക്ക് അടങ്ങിയിരിക്കാനുള്ള കുട്ടികളുടെ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ടെൻഡൻസിയും പോകുന്നും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടു. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ വേറെ ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് കുറച്ച് ചാലഞ്ചിങ് ആണ്. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അതിലവർ സെറ്റാക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ചാലഞ്ചാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുക്സിന് കുറവൊന്നുമില്ല, നമുക്ക് ലൈബ്രറിയിൽ നിന്നാണെങ്കിലും എടുക്കാം. പക്ഷേ അവരെ അതിലോട്ട് വരുത്തുക എന്നുള്ളത് ടഫായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞാൽ കുറച്ചൊരു റിലാക്സിങ് ടൈം വേണമെന്ന് എനിക്ക് ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് മീ ടൈമിൻ്റെയൊക്കെ ഒരു ടൈമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പവർ നാപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ അതിന് മുന്നേ ചിലപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സിനോടാണ് ഇഷ്ടം. ചില സമയത്ത് എനിക്ക് ഫിക്ഷൻ വായിക്കണം തോന്നും. ഫിക്ഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂറ്റി പോവും. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോവും. സെൽഫ് ഹെൽപ്പ് ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വിഷയമില്ലല്ലോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സെൽഫ് ഹെൽപ്പ് ബുക്കിനോട് പൊതുവേ നല്ലൊരു ഇഷ്ടമുള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് ബോറിങ് ആവലുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞും കുറച്ചും കൂടി കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ഡീക്ലട്ടറിങ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം നമ്മൾ എൻ്റെ വീട്ടിൽ വന്നു.
അപ്പം അവിടെ നിന്ന് ജസ്റ്റ് നമ്മുടെ തൊട്ടടുത്തൊരു മോളുണ്ട്, അവിടെ പോവാന്നൊക്കെ പ്ലാൻ ഇട്ടു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പ്ലാൻസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് എല്ലാവരും കൂടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ മുറ്റത്ത് നല്ല ചെടികൾ വെച്ചിട്ടുണ്ട്. എല്ലാം ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടികളാണ്. ഈ ഫ്ലവറിങ് ഒക്കെ കുറവാണ്, പക്ഷേ നല്ല രസമാണ് ആ ഒരു ഏരിയയിൽ കൂടെ നടക്കാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വന്നാൽ എനിക്ക് ആ ഏരിയയിൽ കൂടെ ഞാനൊന്ന് നടക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെടി കിട്ടുമോ എന്ന് നോക്കും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ചെടികളൊന്നും എടുക്കില്ല എന്ന് തീരുമാനിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് നോക്കാനും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒബ്രോൺ മോളിലാണ് വന്നേക്കുന്നത്. അപ്പം മിക്കവാറും നമ്മൾ ലുലു മോളിലാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് എറണാകുളത്ത് ആദ്യം വന്ന മോൾ ഒബ്രോൺ മോളാണ്. അപ്പം മോള് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ നമ്മളെപ്പോഴും വന്നിരുന്നതാണ്. പിന്നെ ഇപ്പം അങ്ങോട്ട് പോവാതെയായി. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോഴും മനസ്സിലായത് കുറേയും കൂടി നല്ല ആൾക്കാർ കുറഞ്ഞ ഒരു മോളാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് റിലാക്സിങ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ലുലു മോളിൽ പോവുകയാണെങ്കിൽ എനിക്കെപ്പോഴും ഭയങ്കര ഒരു തിരക്ക് ഫീൽ ചെയ്യും. നമുക്ക് കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങിനും ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഒന്ന് റിലാക്സിങ്ങിന് പോവുകയാണെങ്കിൽ എന്തായാലും നല്ലത് ഒബ്രോൺ മോളായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് പോയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ഒന്ന് ഔട്ട്സൈഡ് ഫുഡ് കൺട്രോൾ ചെയ്യാനൊക്കെയുള്ളൊരു ആഗ്രഹം നടക്കുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 റിക്വസ്റ്റ് ഉണ്ട്. നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വർക്കൗട്ട് മോട്ടിവേഷൻ, വെയിറ്റ് ലോസ് മോട്ടിവേഷൻ, ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫൈങ് രീതിയിൽ ഇതൊന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഇൻക്ലൂഡ് ആക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.